സുഹൃത്തുക്കളെ, ഏകദേശം അരനൂറ്റാണ്ട് കാലം എന്റെ നാട്ടിൽ ജീവിച്ചിരുന്ന തമിഴ്നാട്ടുകാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കുപ്പസ്വാമി എന്ന പേരിലാണ് കേരള കൗമുദിയുടെ സ്പെഷ്യൽ സുവനീറിൽ പോലും അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. ഈ മനുഷ്യൻ അരനൂറ്റാണ്ട് കാലം കുളിച്ചിട്ടില്ല. നഖം ഏകദേശം ഈ നീളത്തിൽ വളർന്നു. ധാടിയും ജടയും വസ്ത്രം പോലും ധരിച്ചിട്ടില്ല. ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 40-ാം ഘട്ടം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മഖാം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ ആയിരുന്നു. ഈ വിഷയം ഞാൻ എല്ലാവരോടും തുറന്നു പറയാറുണ്ട്. അൽ ഇസ്ലാഹിൽ ഞാൻ കൊടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, AP അബൂബക്കർ മുസ്ലിയാർ മഖാം ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാം നോട്ടീസ് 10 വർഷം പഴക്കമുള്ളത് എന്റെ കയ്യിലുണ്ടെന്ന്. ഒരുപക്ഷെ കേരളത്തിൽ ആ നോട്ടീസ് അവശേഷിക്കുന്നത് എന്റെ കയ്യിൽ മാത്രമാണ്. സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദ് അവറുകൾ ഉദ്ഘാടനം ചെയ്ത ആ മഖാമിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന്റെ കോലമാണിത്. ഞങ്ങളോണോ ഒന്ന് കണ്ടോ? ഞാനിത് വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടമായത്. കണ്ടോ? എന്റെ നാട്ടിൽ ഒരു വിളിപ്പാട് അകലെയുള്ള ഓച്ചിറ വലിയുള്ളാഹി ഓച്ചിറ ഉപ്പുപ്പായുടെ മഖാമിൽ അടങ്ങിയിരിക്കുന്ന കുപ്പസ്വാമി എന്ന മനുഷ്യന്റെ തനി രൂപമാണിത്. അരനൂറ്റാണ്ട് കാലം ഓച്ചിറയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ മഖാം ഉദ്ഘാടനം ചെയ്തത് പ്രമുഖ പണ്ഡിതൻ. എല്ലാവരും തക്ബീറും തഹ്ലീലും ചൊല്ലി. വലിയ പെരുന്നാളിന് പോത്തിനെ കാണുമ്പോൾ തക്ബീർ ചെല്ലുന്ന പോലെ നിങ്ങൾ തക്ബീർ ചെല്ലുന്നു. അല്ലാഹു അക്ബർ അല്ലാഹ് ഇങ്ങനല്ലേ വിളിക്കുന്നത്. ഈ മനുഷ്യനാണ് അരനൂറ്റാണ്ട് കാലം വെള്ളത്തിനോട് സമരം ചെയ്ത ഈ ഔലിയായുടെ മഖാം ഉദ്ഘാടനം ചെയ്തത്. ഇത് ഞാൻ വിളിച്ചു പറയുന്നതിന്റെ പേരിൽ എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ശരി, ഞാൻ എല്ലായിടത്തും ഉറച്ചു തന്നെ പറയും. നിങ്ങൾക്ക് എന്ത് എതിർപ്പുണ്ടായാലും ശരി, എന്നെ വിളിച്ചവർ ചീത്ത പറയുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ആയിക്കൊള്ളട്ടെ, എനിക്കതിൽ വിരോധമില്ല. സുഹൃത്തുക്കളെ, ഈ സത്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ഖുറാഫി പ്രസ്ഥാനക്കാരുമായി ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ യുവ പണ്ഡിതനായ സലീം ഹമദാനിയെ പട്ടാപ്പകൽ ഇവർ ക്രൂരമായി വെട്ടിമുറിവേൽപ്പിച്ചത്. നിങ്ങൾക്കറിയുമോ? കാന്തപുരം ഉസ്താദിനും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ശംസുൽ ഉലമയ്ക്കും ഒരുപക്ഷെ ഈ സംഭവം ദഹിക്കുന്നുണ്ടാവില്ല. കാരണം പരിശുദ്ധമായ